സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് പണത്തിൻ്റെ ഒരു ആവശ്യം വന്നാൽ അതിനെ അട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡാണിത്. പണത്തിന് അടിയന്തിരമായി എന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രം ഇത് പ്രാക്ടീസ് ചെയ്യുക. ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണ വിശ്വാസത്തോടെ ആയിരിക്കണം പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എങ്ങനെ ലഭിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിക്കരുത്. ഞാൻ ആഗ്രഹിക്കുന്ന ഈ ലക്ഷ്യം അപ്രതീക്ഷിതമായി എന്നിലേക്ക് വരും. അത് പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലായിരിക്കണം പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മുടെ വിശ്വാസമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നമ്മെ അട്രാക്റ്റ് ചെയ്യുന്നത്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, എപ്പോഴും എന്താണോ കൂടുതൽ സംസാരിക്കുന്നത്, അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. എങ്ങനെ നമുക്ക് അപ്രതീക്ഷിതമായ പണം മാനിഫെസ്റ്റ് ചെയ്യാം? ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ചെറിയ ഒരു എമൗണ്ട് ആയിരിക്കും അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുക. ചില ആളുകൾക്ക് അവർ ചിന്തിച്ചതിലും വലിയൊരു എമൗണ്ട് ആയിരിക്കും ലഭിക്കുക. അത് നിങ്ങളുടെ നിരന്തരമായ മാനിഫെസ്റ്റേഷൻ പവറിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ട്. പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ആഗ്രഹിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയ മണി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിശ്വാസത്തിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്രതീക്ഷിതമായ പണം വന്നു ചേരുന്നത് പല രീതിയിലായിരിക്കാം. നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് കടം കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഒരു ഫോളോ അപ്പ് ചെയ്ത് പറഞ്ഞ ദിവസം തിരിച്ചു തരാതെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഒരു പണം. ജീവിതത്തിൽ ഒരിക്കലും തിരികെ കിട്ടില്ല എന്ന് കരുതിയ പണമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ടായിരിക്കും ആ പണം ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ പണ്ടെന്നോ ചെയ്ത ഒരു ബിസിനസ് അത് നഷ്ടമായപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ അതിലൊരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് കുറേ പണം തരാതെ വർഷങ്ങളായിട്ട് മുങ്ങി നടക്കുന്നുണ്ടാവും. അവരിൽ നിന്നാകും ചിലപ്പോൾ ആ പണം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു കറൻസി നോട്ടാണ്. നല്ല വൃത്തിയുള്ള ഒരു കറൻസി നോട്ട് നിങ്ങളുടെ പേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുക. കഴിയുന്നതും വലിയ ഒരു എമൗണ്ട് ഉള്ള ഒരു കറൻസി നോട്ട് തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 2000 രൂപയുടെ ഒരു ഒറ്റ നോട്ടുണ്ട് എങ്കിൽ അതെടുക്കാം. നിങ്ങൾ ഏത് രാജ്യത്താണോ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത്, ആ രാജ്യത്തെ വലിയ തുകയുടെ കറൻസി നോട്ടാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ നോട്ട് കയ്യിലെടുക്കുക. ഇരു കൈകളിലായി എടുത്ത ശേഷം അതിലേക്ക് പുഞ്ചിരിയോടെ നോക്കുക. ആ നോട്ട് ഒരുപാട് ആളുകളുടെ കൈകളിലൂടെയാണ് നിങ്ങളിലേക്ക് വന്നത്. ഈ നോട്ട് നിങ്ങളെ തേടി അർഹിക്കുന്ന കൈകളിൽ എത്തിയതിന് നന്ദി പറയുക. ഇനി 5 തവണ താങ്ക് യു എന്ന് വളരെ സ്നേഹത്തോടെ മനസ്സറിഞ്ഞ് കണ്ണടച്ച് നെഞ്ചിൽ കൈവച്ച് പറയുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ നോട്ടിനെ സസൂക്ഷ്മം സ്നേഹത്തോടെ നോക്കുക എന്നതാണ്. അതിലെ നമ്പർ നോക്കുക. കറൻസിയിൽ എഴുതിയ കാര്യങ്ങൾ ഓരോന്നായിട്ട് മനസ്സിരുത്തി വായിക്കുക. വർഷങ്ങളായി നമ്മൾ ഈ നോട്ട് കാണുന്നവരാണ്. എന്നിരുന്നാലും മനസ്സറിഞ്ഞ് ആ നോട്ടിൽ എഴുതിയ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വായിക്കുക. അതിലെ വാക്കുകൾ, ഡിസൈൻ, അങ്ങനെ എല്ലാം വായിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിൽ പതിയണം. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി നോട്ടിൻ്റെ മറു സൈഡ് ഇതുപോലെ മനസ്സറിഞ്ഞ് വായിക്കുക. ഒരു ക്യാമറ കണ്ണ് ഒപ്പുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ വായിക്കേണ്ടത്. ഓരോ രാജ്യത്തെ നോട്ടുകളും വ്യത്യസ്തമായിരിക്കും. ആ രാജ്യത്തെ മഹാന്മാരുടെ ഫോട്ടോ കാണും. കറൻസിയിൽ അവർക്കും നന്ദി പറയുക.
ഇങ്ങനെ ആ നോട്ടിൽ ഉള്ളത് എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം വായിക്കുക. സമയമെടുത്ത് തന്നെ ചെയ്യുക. കണ്ണടച്ചു കഴിഞ്ഞാൽ ആ നോട്ടിൻ്റെ പൂർണ്ണ രൂപം മനസ്സിൽ കാണുന്ന രീതിയിലായിരിക്കണം വായിക്കേണ്ടത്. ഇനി 5ാമത്തെ സ്റ്റെപ്പ്, കിടന്നുകൊണ്ടായിരിക്കണം പ്രാക്ടീസ് ചെയ്യേണ്ടത്. കണ്ണടച്ച് പുഞ്ചിരിയോടുകൂടി വളരെ സന്തോഷത്തോടെ അൺലിമിറ്റഡായി നോട്ടുകൾ നിങ്ങളിലേക്ക് വന്നു നിറയുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഇത്രയും അപ്രതീക്ഷിതമായ പണം നിങ്ങളിലേക്ക് വന്നതിന് ആനന്ദം അനുഭവിക്കുക. തീർച്ചയായിട്ടും 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളിലേക്ക് പണം വന്നിരിക്കും. ചില ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കും. ഒരിക്കലും വിഷമിക്കരുത്. ആഗ്രഹിച്ച കാര്യം പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അഫർമേഷൻസ് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ആഷിഖ് തിരൂർ.